ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 3 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്ന് കോർ ക്ലബ്, നിങ്ങൾ ഇതിൽ ആദ്യം കോറായി മാറണം. 2 ഗോ ഗെറ്റർ ക്ലബ് ആൻഡ് 3 ക്രൗൺ ക്ലബ്. ഇതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാളത്തെ സെഷനിൽ കവർ ചെയ്യുന്നുണ്ടാവും. ഞാൻ ഇതിന് ആദ്യത്തെ സ്റ്റെപ്പ്, അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആദ്യത്തെ ചൂടാണ് കോർ ക്ലബ്. കോർ ക്ലബിനെ പറ്റിയിട്ടാണ് ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവുക. എന്താണ് കോർ? പലപ്പോഴും പല വ്യക്തികൾക്കും ഞാൻ പറയും വെസ്റ്റീജിൽ നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ കോർ ആയേ പറ്റൂ. എന്താണ് കോർ എന്നുള്ളത് നമുക്ക് നോക്കാം. ആസ് പെർ വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം പ്രകാരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 150 PV നിങ്ങൾക്ക് എല്ലാ മാസവും 10ാം തീയതിയുടെ ഉള്ളിൽ നിങ്ങളുടെ പേഴ്സണൽ PV ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം വിത്ത് 500 PV സർക്കിൾ. 500 PV സർക്കിള് ഞാൻ കവർ ചെയ്യാം. സോ 150 PV, ഒരു 150 PV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വരുന്നത് ഒരു 4000-4500 രൂപ, ഒരു 5000 രൂപയുടെ ചുവടെ ബിസിനസ് ആണ്. 5000 രൂപ എന്ന രീതിയിൽ തന്നെ എടുക്കാം. ഒരു 5000 രൂപയുടെ ബിസിനസ് ചെയ്യുന്ന, പേഴ്സണൽ ആയിട്ട് ചെയ്യുന്ന വ്യക്തിയെയാണ് നമുക്ക് കോർ എന്നുള്ള രീതിയിൽ ആദ്യത്തെ ചൂട് പറയുന്നത്. ഈ 150 PV ഞാൻ എത്രയോ കാലമായിട്ട്, പല മാസങ്ങളും 300 ആണ്, ചില മാസം അല്ലാത്ത 300 അച്ചീവ് ചെയ്യാത്ത മാസം എങ്ങനെ നോക്കിയാലും 200 PV പേഴ്സണൽ, അതും തുടക്കത്തിലെ 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ 200 PV ഞാൻ ചെയ്തിട്ടുണ്ടാവും. ബിക്കോസ് ദാറ്റ് ഈസ് മൈ കമ്മിറ്റ്മെന്റ്. ഞാൻ വെസ്റ്റീജ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ ഞാൻ റെഗുലറായിട്ട് എടുക്കുന്നതാണ്. എൻ്റെ വീട്ടിൽ 2 ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ഉണ്ട്. ഞങ്ങൾ 400 PV എടുത്താൽ പോലും പല മാസവും ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് തികയാത്ത അവസ്ഥയാണ് വരാറുള്ളത്. കാരണം നമ്മൾ നമ്മുടെ പേഴ്സണൽ യൂസിന് മാത്രമല്ല, കുറച്ച് കൺസ്യൂമേഴ്സിനും കൂടി കൊടുക്കുന്ന സമയത്ത് തീർച്ചയായും ഈ 150 PV എന്ന് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. 150 PV തീർച്ചയായും നിങ്ങളുടെ ഒരു പേഴ്സണൽ ടാർഗറ്റ് ആയിരിക്കണം. എളുപ്പമാണോ? തീർച്ചയായും എളുപ്പമാണ്. തിങ്സ് ഹാപ്പൻ ട്വൈസ്. ഫസ്റ്റ് മെന്റൽ, സെക്കൻഡ് ആക്ച്വൽ. നിങ്ങൾ മാനസികമായിട്ട് എനിക്ക് 150 PV ചെയ്യണം എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള വഴികളും അതിനുള്ള കസ്റ്റമേഴ്സും എല്ലാം നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. 150 PV ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പറയുന്നതാണ്, 150 വിന്നിംഗ് ടീം പറയുന്നുണ്ടെങ്കിലും 160 ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 PV കൺസിസ്റ്റൻസി പ്ലസ് 60 PV കൺസിസ്റ്റൻസി, 2 കൺസിസ്റ്റൻസി ചെയ്യുന്നുണ്ടാവും. ഞാൻ 200 PV ചെയ്യാനുള്ള റീസൺ എനിക്ക് 2 കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ്, നിങ്ങൾ എല്ലാ ദിവസവും ഡെയിലി ബേസ് ഒരു 30 മിനിറ്റ് എങ്കിലും വിന്നിംഗ് ടീം റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓഡിയോ കേൾക്കണം. ഇതിൽ CEP-യിൽ ഒട്ടനവധി ഓഡിയോസ് അവൈലബിൾ ആണ്. മിറാക്കിൾ മോർണിംഗിൽ നമ്മൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, സെഷൻ കേൾക്കുക, അറ്റൻഡ് ചെയ്യുക, രണ്ടും രണ്ടാണ്. നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് എവിടെയാണ് നിങ്ങളുടെ ശ്രദ്ധ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നിങ്ങളുടെ പേര് സൂമിൽ ഇവിടെ തെളിഞ്ഞു കാണുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ലിസൺ ചെയ്യുന്നു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കണം. ഡെയിലി ഒരു 30 മിനിറ്റ്സ് എങ്കിലും നമുക്ക് ശരിയായ രീതിയിൽ നമ്മുടെ മെന്റൽ പ്രോഗ്രാമിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ആൻഡ് 5 ലോയൽ കസ്റ്റമേഴ്സ്. ലോയൽ കസ്റ്റമേഴ്സ് ക്ലബ്, നിങ്ങളുടെ പേഴ്സണലി നിങ്ങൾ കാറ്റർ ചെയ്യുന്ന ഒരു 5 കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ്. നിങ്ങൾ അവരുടെ നീഡ് ചോദിച്ച് അതിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നു, അതേ സമയത്ത് എന്ന് കൊടുത്തു, അത് എന്ന് കഴിയാൻ സാധ്യതയുണ്ട്, അതിനനുസരിച്ച് അവിടെ ഫോളോ അപ്പ് ചെയ്യുന്നു, അവർ റിസൾട്ട് എടുക്കുന്നു. 5 കസ്റ്റമേഴ്സ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പല ഡയറക്ട് സെല്ലിംഗ് കമ്പനികളും, പല വെസ്റ്റീജിൽ തന്നെ പല ആൾക്കാരും, അല്ലെങ്കിൽ വെസ്റ്റീജിന് പുറത്ത് പല കമ്പനികളും ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്, അവര് വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന പേഴ്സണൽ PVs ആണ്. പേഴ്സണൽ PVs പ്രൊമോട്ട് ചെയ്യുന്ന തെറ്റുണ്ടോ വെച്ചാൽ യാതൊരു വിധത്തിലുള്ള തെറ്റും എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ അവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് നെറ്റ്വർക്ക് അല്ല, അവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് ഒരു പേഴ്സണൽ, ഒരു റീറ്റെയിൽ സെയിൽസിലാണ്. റീറ്റെയിൽ സെയിൽസ് ഒരിക്കലും നിങ്ങൾക്കൊരു ഹ്യൂജ് ടേൺ ഓവർ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു കൾച്ചർ നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ സെയിൽ ചെയ്യുന്ന, കേരളത്തിന് പുറത്ത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, സ്പെഷ്യലി ബോംബെ പോലുള്ള മാർക്കറ്റിൽ ഞാൻ ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ ലേഡീസ് റെക്കമെൻഡ് ചെയ്യാനും പലതരത്തിലുള്ള കിറ്റി പാർട്ടിയൊക്കെ നടത്തിയിട്ട് പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാനും സെയിൽ ചെയ്യാനും അവർക്ക് യാതൊരു വിധത്തിലുള്ള മടിയില്ല. കാരണം അവിടെ ഒരു എംപ്ലോയി കൺസെപ്റ്റല്ല, അവരൊരു ബിസിനസ് കൺസെപ്റ്റിൽ തന്നെ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ബ്ലഡിലുള്ള കാര്യം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നമുക്ക് വേറെ ആൾക്ക് പറയാൻ ഭയങ്കര മടിയാണ്. ആയതുകൊണ്ട് തന്നെ സെയിൽസിൽ വളരെയധികം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ്വർക്ക് എത്രത്തോളം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുമെന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ സാധിക്കില്ല. പക്ഷെ അതേ സമയത്ത് ഒരു 5 ലോയൽ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കോർ 150 തൊട്ട് 200 വരെ PV നിങ്ങളുടെ പേഴ്സണൽ കുടുംബത്തിലേക്കുള്ള അടക്കം ഈസി ആയിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ തന്നെ ഡെയിലി 10 കോർ സ്റ്റെപ്പ്, ഡെയിലി ബേസിൽ 10 കോർ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ഡ്രീം 10 കോർ സ്റ്റെപ്പ് നമുക്കറിയാം. ഡ്രീം, കമ്മിറ്റ്മെന്റ്, ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, പ്ലാൻ പ്രസന്റേഷൻ, ഫോളോ അപ്പ്. ഈ പറയുന്ന സ്റ്റെപ്പുകളെല്ലാം തന്നെ ഡെയിലി ബേസിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കോറായിട്ട് നമ്മൾ കോർ ക്ലബിൽ വരുന്നത്. സോ ബിലീവ് മീ, ഇത് ഡെയിലി ബേസിൽ ചെയ്യാൻ നമ്മുടെ വിന്നിംഗ് ടീമിന്റെ മൊബൈൽ ആപ്പിൽ നിങ്ങൾക്ക് അതിനെ ഒരു ഫോളോ അപ്പ് ചെയ്യാനുള്ളതുണ്ട്. നിങ്ങൾ ഈ ദിവസം അത് ചെയ്തോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ വിന്നിംഗ് ടീമിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ദെൻ
റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് ബാഗ് ഉണ്ടാവണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഒരാളെ പോയി കാണുന്നതും പ്രൊഫഷണൽ ആയിട്ട് ഒരാളെ പോയി കാണുന്നതും തമ്മിൽ റിസൾട്ടിന് മേജർ വ്യത്യാസമുണ്ട്. അപ്പോൾ കോർ ക്ലബിൽ വരുന്ന വ്യക്തികൾ തന്നെ അവര് ബിസിനസ് വളരെ സീരിയസ് ആയിട്ടുള്ള എടുത്തിട്ടുള്ള ആൾക്കാരാണ്. അവർ വളരെ പ്രൊഫഷണൽസ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ബാങ്കിൽ നിന്ന് ഏതെങ്കിലും വ്യക്തി നിങ്ങളെ കാണാൻ വരുന്ന സമയത്ത് അതിൽ സപ്പോസ് ലോണിനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിനോ എന്ത് ആവശ്യത്തിനായിക്കൊള്ളട്ടെ, അതിനാവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസും അല്ലെങ്കിൽ എല്ലാ പേപ്പേഴ്സും അവരുടെ ബാഗിൽ റെഡി ആയിരിക്കും. ഇതില്ലാതെ വന്നിട്ട് കുറെ കാര്യങ്ങൾ പറയും, ഞാൻ പിന്നെ വരാം സാറ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ പറയാറില്ല. കാരണം അവർക്കറിയാം പിന്നീട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ടേൺ ഔട്ട് ഉണ്ടാക്കാവുന്ന റിസൾട്ട് പിന്നീട് കിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് അവർക്കറിയാം. സോ ആയതുകൊണ്ട് തന്നെ ആസ് എ കോർപ്പറേറ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും വളരെ പ്രൊഫഷണൽ ആയിട്ട് അവര് ഒരു വർക്കിംഗ് ബാഗ് റെഡി ആക്കിയിട്ടുണ്ടാവും. അതിൽ എന്തൊക്കെ വേണം എന്നുള്ള കൃത്യമായിട്ട് കോർപ്പറേറ്റ്സ് മെൻഷൻ ചെയ്യും. ഇന്ന കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാവും. ഇതേ രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോർ ആകുന്ന വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു വർക്കിംഗ് ബാഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ വെസ്റ്റീജിന്റെ റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം. വിന്നിംഗ് ടീംസിന്റെ ടൂൾസ് ഉണ്ടാവണം. ഈവൻ ഡെമോ കിറ്റ്സ് ഉണ്ടാവണം. നമുക്ക് റെഡി ആയിട്ട് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കാണിക്കാനുള്ള ഡെമോ കിറ്റ്സ് ഉണ്ടാവണം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവർ പറയുന്നുണ്ടാവും. ആൻഡ് റെഗുലർ ആയിട്ട് നമുക്ക് പ്ലാൻ പ്രസന്റേഷനിൽ ഒരു കണ്ടിന്യൂസ് ആക്ഷനിൽ ഉണ്ടാവണം. ഇതിൽ പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ ആണ് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്. അത് നാളെ അതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെ ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ ബിലീവ് മീ, ഈ കാര്യങ്ങൾ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുന്ന സമയത്ത് യു ആർ സ്ട്രെങ്തൺ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബേസിക് കമ്മിറ്റ്മെന്റ് ആണ്. രാവിലെ എഴുന്നേറ്റ് പല്ല് വെച്ചിട്ട് ഞാൻ ഇന്നൊരു യുദ്ധം ഉണ്ടെന്ന് പോയിട്ട് വരാം എന്ന് പറയുന്ന വ്യക്തി മിക്കവാറും തിരിച്ചു വരുന്നുണ്ടാവില്ല. അവര് മരിച്ചിട്ടാണ് വരുന്നുണ്ടാവുക. ഇതേ രീതിയിൽ രാവിലെ ഞാൻ എഴുന്നേറ്റ് എന്തായാലും ഒന്ന് വെസ്റ്റീജ് രണ്ടുപേരെ കാണിച്ചേക്കാം എന്നുള്ള രീതിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ പരാജിതനായിട്ടാണ് തിരിച്ചു വരാനുള്ള സാധ്യത. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലിയർ കട്ടായിട്ടുള്ള ഷാർപ്പൻ സിംഗിൾ ഫോക്കസിലുള്ള ഒരു ആക്ഷന് വേണ്ടിയിട്ട് തയ്യാറാകുന്ന എല്ലാ രീതിയിലും മെന്റലി ആൻഡ് ഫിസിക്കലി, അത് നിങ്ങളുടെ ഡ്രസ് അപ്പിയറൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഈ ഡെയിലി 30 മിനിറ്റ്സ് നിങ്ങൾ ഇതിനെ ലിസൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വൊക്കാബുലറിന് മാറ്റം ഉണ്ടാവും, നിങ്ങളുടെ അറിവ് മാറ്റം ഉണ്ടാവും, നിങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ മാറ്റം ഉണ്ടാവും, A to Z മാറ്റം ഉണ്ടാവും. നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ട് മാറുന്നുണ്ടോ. ദാറ്റ്സ് ഹൗ വിന്നിംഗ് ടീമിൽ ഇത്രയധികം സക്സസ് റേറ്റ് ഉണ്ടാക്കാനുള്ള റീസൺ ഈ ഒരു കാര്യമാണ്. ഞാൻ ലാസ്റ്റ് ഡൽഹി ഫാമിലി റീയൂണിന് പോയ സമയത്ത് അവിടെയൊക്കെ ഉണ്ടാകുന്ന മാറ്റം, ഒരു പച്ചക്കറിയിൽ ഒരു വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, ആളെ സംബന്ധിച്ചിടത്തോളം ഡ്രസ് സെൻസ് മാറി, സംസാരിക്കുന്ന രീതി മാറി, ഷേവ് ചെയ്ത് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ്, വളരെ ബിസിനസ് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ബാഗും എടുത്ത് അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് ചുറ്റുമുള്ള ആൾക്കാർ അന്താളിച്ചു പോകും, ഇത് എന്ത് പറ്റി ഈ കക്ഷിക്ക് എന്നുള്ളത്. മേ ബി അദ്ദേഹം വർക്ക്ഷോപ്പ് മാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പച്ചക്കറി കടയിൽ നടത്തുന്ന ആളായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഡ്രസ് സെൻസും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഹി ഈസ് ബിക്കമിങ് എ പ്രൊഫഷണൽ. ആ ഒരു പ്രൊഫഷണൽ ഒരു അപ്രോച്ച് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇല്ലാതെ നമുക്കൊരു ഹ്യൂജ് ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തോട്ടെ.